പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനിയുടെ അടുത്തേക്ക് വന്നേക്കാണ് നമ്മുടെ ജാനകിയും മരുമോളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ നയനനെയൊക്കെ പറ്റി കുറ്റം പറയുന്നു. ആദർശേട്ടനാണെങ്കിൽ നയനയുടെ ഭാഗം മാത്രം പറയുന്നുള്ളൂ ഇല്ലേമെന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയ്ക്ക് പോയി വരുന്നതിന് അവളിവിടെ വേണ്ടാന്ന്. മോള് പേടിക്കണ്ട, അവൾ ഇങ്ങോട്ട് വരുമൊന്നുമില്ല, അതിനുള്ള വഴികളൊക്കെ നോക്കാൻ എനിക്കറിയാം, ഇവിടെ നിന്നുകൊണ്ടായാലും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഭക്ഷണം കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ അറച്ചിട്ട് പാടില്ല, വളർത്തേക്ക് ഇങ്ങനെ കഞ്ഞി കോരി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് ആദർശിനും അച്ഛനും ജയേട്ടനും അവളെപ്പറ്റി തന്നെ പറയാമെന്നാവുള്ളൂ എന്ന് ഉറപ്പാണ്. ജയേട്ടൻ്റെ കാര്യം പോട്ടെ, സ്വന്തം മരുമകളാണെന്നെങ്കിലും വിചാരിക്കുക. അവിടെ അജയേട്ടനോ സ്വന്തം മരുമകളെ പറ്റി ഒരു നല്ലതും പറയില്ല, പക്ഷെ ഇവളെപ്പറ്റി 100 നാവണമെന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ഇവർക്കൊക്കെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാനകി പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി, കൈവശമായിരിക്കും. കാരണം അവളല്ലേ ഭക്ഷണം പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കണത്, കറികളിലൊക്കെ അവൾ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഏയ് അങ്ങനെ വരാൻ വഴിയില്ല, അങ്ങനെ പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കറികൾ തന്നെയല്ലേ നമ്മളും കഴിക്കുന്നത്, എന്നിട്ട് നമുക്കാർക്കും അവളോടൊരു ഇഷ്ടമൊന്നുമില്ലല്ലോ എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ അനാമിക പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോട്ടെ വലിയമേന്ന് ചോദിച്ചപ്പോൾ മോള് പോകണമെന്ന് പറയുമ്പോൾ ഒരു വിഷമം. മോളിവിടെ വേണം, കുറച്ച് നേരം കൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആദർശേട്ടൻ വന്നല്ലോ, ഇനി ഞാൻ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയും. അങ്ങനെ അവർ പോകും. ഞാൻ ആദർശനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് കണ്ടിരുന്നു, ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അതിനെ കാണിച്ചു തന്നില്ല, അതിൻ്റെ ഭർത്താവിനോടെങ്കിലും ഒന്ന് വരാൻ പറയുമെന്ന് പറയുമ്പോൾ ഭർത്താവ് കൂടി ഇല്ല, ജോലി സ്ഥലത്താണ്. സാധാരണ പെൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടുന്നത് ഇഷ്ടമാണ്, പണം വേണ്ടെങ്കിൽ വേണ്ട, കുറച്ച് സ്വർണ്ണമെങ്കിലും ആ പെൺകുട്ടിക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ ചോദിച്ചമ്മേ, അവർക്കതൊന്നും വേണ്ടാന്നാണ് പറയുന്നത്. കണ്ട, ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിൻ്റെ ഭാര്യയോട് പറയും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആദർശന് ദേഷ്യം വരുന്നുണ്ട്. ആദർശം മുഖം തിരിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അവന് ഇഷ്ടപ്പെട്ടില്ല, പണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവന് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പം അവന് എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സർജറി ഒക്കെ ചെയ്തെടുക്കുമ്പോൾ മാനസികമായിട്ടും ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഇപ്പം അമ്മയ്ക്ക്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ആദർശം അവിടെ നിന്ന് പോകും. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കും. അപ്പം അച്ഛൻ പറയും, മരുമോളെ അമ്മായിമ്മ നല്ലോണം പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ ആദർശം ഇങ്ങനെ അത്ഭുതമാവും. എപ്പോൾ എന്ന് ചോദിക്കും. അല്ല, കരൾ കൊടുത്ത പെൺകുട്ടിയെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തുന്നുണ്ട്, അവൾക്ക് നന്മ വരാനും അവളെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഇതുപോലൊരു മരുമോളുണ്ടാവണം എന്നൊക്കെ അല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാണണമെന്ന് വാശി പിടിച്ചാൽ നമുക്ക് അവളെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കാം. അച്ഛൻ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കും. സത്യം പറയാതെ നിവർത്തില്ലല്ലോ, ഒരുപാട് വാശി പിടിക്കുമ്പോൾ നമുക്കത് ചെയ്യേണ്ടി വരും. അതെ, അങ്ങനെ ചെയ്താൽ നമ്മൾ നുണ പറഞ്ഞതിനാവും പിന്നുള്ള സംഘടന എന്നും പറഞ്ഞ് ആദർശം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. പിന്നെ മുത്തശ്ശനെ കാണിക്കുന്നത്, മുത്തശ്ശനും വെള്ളമോ ചായയൊക്കെ ആയിട്ട് മുത്തശ്ശി ചെല്ലുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കോലം കണി കാണുന്നതും രുചിയായ ഭക്ഷണം ഉണ്ടാക്കുന്നതും മരുന്നുകൾ നേരത്തിന് തന്നിരുന്നതും നയന മോളാണ്. ആ മോളില്ലാത്തത് കൊണ്ട് വീട്ടിൽ വല്ലാത്തൊരു ശൂന്യത. സ്വന്തം മരുമോളെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലല്ലോ, അവളല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ. നയന മോളെക്കുറിച്ച് തന്നെയാണല്ലോ ഇദ്ദേഹത്തിന് ആലോചന എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ. ഇനി ദേവയാനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിരുന്നു, ഇപ്പം ആലോചിക്കാൻ മാത്രം അവളൊന്നും ചെയ്യുന്നില്ല. ഒരു കാലത്ത് അവൾ നമ്മളുടെ ഭാഗ്യമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പം അതൊക്കെ അവൾ തിരുത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നയനമോളെ കണ്ടിട്ട് വരാമെന്ന് പറയും. ഞാൻ ഇദ്ദേഹത്തോട് അത് പറയാനിരിക്കുകയായിരുന്നു, ആദർശമോനെ അവർക്ക് മേടിച്ചു കൊടുത്ത വീട് കണ്ടിട്ടില്ലല്ലോ, നമുക്കൊന്ന് പോയി വന്നാലോ എന്ന് പറയും. എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്ന് പറയും. ഏത് നേരം ജലജയും ജാനകിയും ദേവയാനിയോട് ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കണം നയനമോളെക്കുറിച്ച്, അതുകൊണ്ട് ആണ് ഇത്രയ്ക്കും കൂടുതൽ വെറുപ്പ്. അതുപോലെ തന്നെ അഭി മാലിട്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവനാണ്. മറ്റു 2 ഭർത്താക്കന്മാർ മാലിട്ടതിനെക്കുറിച്ച് ഭാര്യമാർക്ക് ഒരു ചിന്തയില്ല, എപ്പോഴും കലഹം തന്നെയാണ്. അതേപോലെ തന്നെയാണ് എനിക്കൊരു സമാധാനം അനാമിക കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പേരക്കുട്ടികളൊക്കെ മരുമക്കളെയൊക്കെ ചൂണ്ടവിരലിൽ നിർത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ ചൂണ്ടവിരലിന് വിറയൽ ബാധിച്ചപ്പോൾ അതൊക്കെ പോയി. അതൊരു കാലം, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേവയാനെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനും തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെ പേടിയാണ്. വിദേശത്ത് പോയി ചികിത്സയൊക്കെ നടത്താനുള്ള സാമ്പത്തികം എനിക്കുണ്ടായിട്ടും ഞാനത് ചെയ്യാത്തത് ഹോസ്പിറ്റലിനോടുള്ള
ഒരകൽച്ച കാരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതെ, പ്രസവ സമയത്ത് മാത്രം ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ടുള്ളൂ. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ പറഞ്ഞു നിൽക്കാനല്ല, വാ നമുക്ക് വേഗം പോകാം. അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശി ഇറങ്ങണം. ആ സമയത്ത് നന്ദുവും അച്ഛനും ചെടിയൊക്കെ വയ്ക്കലും നടലും വെള്ളമൊഴിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് അനന്തപുരിയിലത്തെ കാറ് വന്നിറങ്ങണത്. കാറ് കണ്ടതോടുകൂടി നന്ദുവിന് കാര്യം മനസ്സിലാവും. അയ്യോ അച്ഛ, ദേ മുത്തശ്ശനും മുത്തശ്ശിയുള്ള അനന്തപുരി തറവാട്ടിലെ എന്നും പറഞ്ഞ് നന്ദു വേഗം അകത്തേക്ക് ഓടും. ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്നറിയില്ല. കൂടെ കനകയും അങ്ങനെ ഞെട്ടി നിൽക്കണ്. ആ സമയത്ത് തന്നെ എന്താ ഗോവിന്ദ, ഞങ്ങൾ വന്നത് ഷോക്കായോ ചോദിച്ചപ്പോൾ ഏയ് വാ കയറി വായോ എന്ന് പറഞ്ഞ് അകത്തിരുത്തണ്. നയനമോളെ കാണാൻ കുറച്ച് ദിവസമായി ആഗ്രഹിക്കുന്നു. മോളാണെങ്കിൽ വിളിയില്ല. അത് കാരണം പേടിയായിട്ടാണ് എനിക്ക് നയനമോളെ കാണണമെന്ന് വിചാരിച്ചിട്ട് വന്നാണ്. മോളെവിടെ എന്നൊക്കെ ചോദിക്കും. ചേച്ചി ഇവിടെ ഇല്ല മുത്തച്ഛ എന്ന് പറയും. അതിന് മുന്നേ തന്നെ നന്ദു ചെന്ന് ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇല്ലയെന്ന് നീ തീർത്ത് പറയണം എന്ന് പറഞ്ഞു. അവരെങ്ങോട്ട് പോയി എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ കല്യാണീനെ കാണാൻ പോയി എന്നറിയാം. ഓ, കല്യാണി മോളെ കാണാൻ പോയതായിരിക്കും അല്ലേ. എപ്പോൾ വരുന്നറിയോ മോള്? അറിയില്ല ഗോവിന്ദൻ പറയും. ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്, അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ വൈകുന്നേരം ആവും. അവരൊക്കെ എവിടെയൊക്കെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല എന്നപ്പോൾ സാരമില്ല. എന്തായാലും നയന മോളെ പോലെ ഒരു മോളെ കിട്ടിയ ഗോവിന്ദനും കനകയും ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം ഞങ്ങളെടുത്തു. എന്തായാലും കുറച്ച് ദിവസം കൂടെ അല്ലേ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് ആദർശമോ മാലയിട്ട് വരുന്നത് വരെ, മലയ്ക്ക് പോയി വരുന്നത് വരെ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് മോൻ്റെ അമ്മ പറഞ്ഞത്. അത് അക്ഷരം പതി അനുസരിക്കുന്നവളാണ് എൻ്റെ മോള്. എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് 100 നാവണമെന്ന് എൻ്റെ ബാക്കി 2 മക്കളും എപ്പോഴും പറയും. അത് സത്യമാണ് താനും. അതിനുള്ള അവസരങ്ങൾ അവൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് പോലും ദ്രോഹം ചെയ്യാത്തൊരാളാണ് എന്നുറപ്പം മുത്തശ്ശി പറഞ്ഞ്. ദേവയാനി മാത്രം അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാണ്. കൂട്ടത്തിൽ ദേവയാനി ഇപ്പോൾ നയനമോള് കാച്ചി വെച്ച പാലുള്ള കുടിച്ച് ഇങ്ങനെ ആയത്. അപ്പോൾ അത് മോൾ ചെയ്താണെന്ന് ഒരു പറച്ചിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുപ്പുള്ളവർക്ക് പോലും എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഗോവിന്ദന് മാത്രമല്ല ഞങ്ങൾക്കും അറിയാത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് അവർ യാത്രയാകുന്നത്. അങ്ങനെ കാറിലിരുന്ന് പറയുന്നു മോളെ കാണാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കല്യാണി മോളൊന്ന് വിളിക്ക്, മോള് എവിടെ ഉണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. അങ്ങനെ മൂർത്തി സാർ കല്യാണിനെ വിളിക്കും. കല്യാണിയായിട്ട് സംസാരിക്കും. ബിസിനസ് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നയനമോൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കാൻ പറയും. നയന ഇവിടെ വന്നിട്ടില്ലല്ലോ മുത്തച്ഛ, ഞാൻ അവളെ കണ്ടിട്ട് കുറേ ആയി എന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.